Hallelujah. Praise the Lord. Praise the Lord. നമുക്ക് അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ ആമേൻ വിശ്വാസത്തോട് ഭയഭക്തിയോടുകൂടെ നമ്മുടെ വേദപുസ്തകം ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 89 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. May we come before the presence of God with a meditative heart, and as we focus on Psalm chapter 89 verse 1 and 2. ആമേൻ. നമുക്ക് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നതായ വിഷയം എന്ന് ചോദിച്ചാൽ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. This morning I bring to you the message that I got as I waited upon the Lord and for his word. ആമേൻ. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ നമ്മൾ വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ വിവിധ തരത്തിലുള്ളതായ വാഗ്ദാനങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. We live in a world where there are always commitments and promises made. എന്നാൽ വാഗ്ദത്തങ്ങൾ പലതുണ്ടെങ്കിലും പലപ്പോഴും പല വാഗ്ദത്തങ്ങളും നിറവേറ്റപ്പെടാതെ പോകുന്നതായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. But we also see there are failed promises. പ്രത്യേകിച്ച് ഇലക്ഷനോടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്നതായ പ്രിയപ്പെട്ടവർ, ഞാൻ ജയിച്ചാൽ ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യമൊക്കെ നടത്തി തരാം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് നമ്മുടെ വോട്ടൊക്കെ വാങ്ങിയിട്ട് കടന്നു പോകും. Particularly we see election candidates, they come to your homes and they make promises. ആമേൻ. അത് ഞാൻ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. എന്നാൽ അവർ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കാറില്ല. And I speak with an Indian context, but often they don't hold their word. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നല്ല, എന്നാൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെ ആയിരിക്കും. Although it's not always the case, but majority of the time. കാരണം അവർ ജയിച്ചു കഴിയുമ്പോൾ അവിടെ സാഹചര്യങ്ങൾ മാറുന്നു, അവസ്ഥകൾക്ക് മാറ്റം വരുന്നു, മാനസികമായ അവസ്ഥകൾക്ക് മാറ്റം വരുന്നു. അവർക്ക് പലപ്പോഴും അവർ പറഞ്ഞതായ വാഗ്ദാനങ്ങളെ പാലിക്കുവാൻ കഴിയാതിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. But once elected, circumstances change and they're unable to fulfill their promises. എന്നാൽ നേരെ മറിച്ച് ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെ കുറിച്ചാണ്. But today I speak of a different situation about our God. ദൈവത്തിൻ്റെതായ വിശ്വസ്തത എല്ലാ തലമുറകളിലും അവൻ ഉയർന്നു നിൽക്കുകയാണ്. God's faithfulness stands high through generations. നമ്മുടെ ദൈവത്തെ നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയും. We are able to rely on our God. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന വ്യക്തിയാണ്. He is a faithful God and one whom we can put our faith in. ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: തലമുറയായി ദൈവത്തിൻ്റെതായ വിശ്വസ്തത മാറാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. In the book of Lamentations we read how despite generations his promises never change. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തത നാം വീഴുവാൻ തുടങ്ങുമ്പോൾ നമ്മെ താങ്ങുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. Our God's faithfulness is the one that holds us even as we begin to fall. അവൻ നാം നിരാശരായി മാറുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് ധൈര്യം നൽകി തന്ന് നമ്മെ ഹല്ലേലൂയ ഉള്ളിൽ അവൻ ധൈര്യവും പ്രത്യാശയും നൽകി തന്ന് നമ്മെ നേരെ നിർത്തുന്ന ദൈവമായ കർത്താവാണ് ദൈവത്തിന്റെ വിശ്വസ്തത. God's faithfulness is one that gives us hope in times of despair. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വലഞ്ഞു പോകുമ്പോൾ നട്ടം തിരിയുമ്പോൾ ദൈവമായ കർത്താവിന്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ നമ്മെ വീണ്ടും തന്നോട് അടുപ്പിച്ച് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഹല്ലേലൂയ നൽകുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം God's grace is one that holds us steady when we are swayed through the storms in our life. ആമേൻ. ഇന്ന് പൽക്കാലം ഞാൻ വിശ്വസ്തയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പോയിന്റ്സ് ആയിട്ടാണ് അതിൽ നിന്ന് ആണ് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. And I talk to you about faithfulness. I bring to you 2 points. ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ ദൈവം
തൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളതായ വിഷയമാണ്. The first topic is what God has done, is doing and will do, as he is a faithful God. രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വിശ്വസ്തയോടുള്ളതായ ബന്ധത്തിൽ അത് പ്രാപിക്കുന്നതായ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം എന്നുള്ളതാണ്. And second point is how do we respond to this faithfulness? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. This morning I want to remind you of these two. ഒന്ന്, ദൈവം നമുക്ക് വേണ്ടി തന്റെ വിശ്വസ്തതയെ ചെയ്യുന്ന കാര്യം. One, about how God will enact on his faithfulness. രണ്ട്, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അത് അനുഭവിച്ച് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും. And two, about our response to this faithfulness. ഒന്നാമത്തേതായ പോയിന്റിലതായ അതിന്റെ സബ് പോയിന്റ്സ് ആയിട്ട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് അനേക വിഷയങ്ങളുണ്ട്. And I will talk to you about the first and through many sub points. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റിലതായ ആദ്യത്തേതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ എപ്പോഴും പാലിക്കുന്ന കർത്താവാണ്. The first point and the first theme is God keeps his promises. ദൈവമായ കർത്താവിൻ്റെതായ വാഗ്ദത്തങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും മാറ്റം വരാത്തതാണ്. His promises are unchanging. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ ആ ദൈവം ഒരിക്കലും തന്റെ വാക്ക് മാറ്റാത്ത ദൈവമാണ്. If God makes a promise, he will never change it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഓരോ വാക്കിനും ദൈവം ദൈവത്തിൻ്റെതായ അതേ വിലയിലുള്ളതായ വിലയും അതിന് ഘനവും നൽകുന്നതായിട്ട് കാണാൻ കഴിയും. Every word that proceeds from God has the weight of God himself. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 54:10 നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണല്ലോ. In Isaiah chapter 54:10, which is familiar to all of us. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ വിശ്വസ്തത ഒരിക്കലും മാറിപ്പോകില്ല. Though the mountains be shaken and the hills be removed, yet my unfailing love for you will not be shaken. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ സംഗതി, വിശ്വസ്തത എന്ന വാക്കിൻ്റെതായ അർത്ഥം ദൈവത്തിൻ്റെതായ പരിപാലനം, ദൈവത്തിൻ്റെതായ വാക്ക്, ദൈവത്തിൻ്റെതായ വാഗ്ദാനങ്ങൾ, ദൈവം നമ്മോട് ഇടപെടുന്നതായ ഇടപെടലുകൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. What that means is interactions, his promises, his commitment does not change. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ബലഹീനനാണ്. As we think of humans, we are frail. അത് മാത്രമല്ല മനുഷ്യന് മറവി എന്ന് പറയുന്നത് ധാരാളമുണ്ട്. We have a tendency of forgetfulness. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച്, നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് മറവി കൂടി വരികയാണ്. And as we grow older, we tend to have more forgetfulness. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ ചിലപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് എന്നോട് സംസാരിച്ച വ്യക്തി ആരാണെന്ന് പോലും ചിലപ്പോൾ ഞാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. Sometimes we forget about a person who we spoke to 30 minutes before. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ബലഹീനത, നമ്മുടെ ബുദ്ധിക്ക് മാറ്റം വരുന്നുണ്ട്, നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു സംഗതി ദൈവികമായ കർത്താവിന്റെ ഡിക്ഷണറി ഇല്ല. God does not have forgetfulness in his dictionary, just as we humans are prone to it. ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തം പാലിക്കുവാൻ തക്കവണ്ണം ദൈവം വാക്ക് മാറാതെ അത് അന്ത്യത്തോളം അങ്ങനെ തന്നെ പാലിക്കും. If God has made a promise, he is unchanging, that it will never change his word. നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ പോഷ്ക്ക് പറയുവാൻ ആരല്ല, അവൻ മനുഷ്യനല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. We read that he is not the God that will speak lies. നമുക്കറിയാം, അബ്രഹാമിന് ദൈവമായ കർത്താവ് ഒരു മകനെ നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തു. He made a promise to Abraham that he'll give him a son. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം 25 വർഷമാണ് കാത്തിരുന്നത്. And Abraham waited for 25 long years. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വാഗ്ദത്തം ലഭിച്ചിട്ട് അത് 25 വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിച്ചു കാണും ദൈവം മറന്നു കാണുമെന്ന്. Abraham could very well have thought it's 25 years, God may have forgotten it.
ദൈവം അങ്ങനെ മറക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മോടൊരു വാഗ്ദത്തം ചെയ്താൽ ഹല്ലേലൂയ അതിനെ നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവം വിശ്വസ്തനാണ്. God is faithful that if He's made a promise, He will fulfill it. പക്ഷെങ്കിൽ നമ്മൾ അത് പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സമയവും നമ്മുടെ സമയം തമ്മിൽ പൊരുത്തപ്പെടണമെന്നില്ല. The problem is His time and our time may not match. എന്നാൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത് ഹല്ലേലൂയ ഒരു വാക്ക് ദൈവം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. But what He tells us, if He makes a promise, He will do it. അവൻ സാഹചര്യങ്ങൾ ചിലപ്പോൾ വിപരീതമായിട്ട് തോന്നിയാലും ദൈവം അപ്പോഴും വാക്ക് നടത്തും. Even if the circumstances look despairing, He will fulfill it. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെതായ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. His words does not change. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ജോസഫിനെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ജോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയതിന് ശേഷം താൻ വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. As we think about Joseph, we know once he left home, he went through trying circumstances. പക്ഷെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവന് ചില ദർശനങ്ങൾ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. But he saw certain vision before he left home. പക്ഷേ അവൻ കണ്ട ദർശനവും അവൻ കടന്നുപോയതായ സാഹചര്യങ്ങളുമായിട്ട് പലപ്പോഴും പൊരുത്തക്കേടുകൾ നമ്മൾ അവിടെ എവിടെയായിട്ട് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. But we see what he expected and what he met was not matching. അവനെ ഹല്ലേലൂയ കച്ചവടക്കാർക്ക് ഇസ്മായിലിയെ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോൾ അവന്റെ സ്വപ്നവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. When he was sold to the traders, it was not what he had imagined. അവനെ വെറും പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുമ്പോൾ ഈ സ്വപ്നവുമായിട്ട് ഒരു ബന്ധവുമില്ല. When he was thrown into a dry well, it was not what he had seen. ഞാൻ പറഞ്ഞു വരുന്നത് അവനെ ജയിലിലേക്ക് അടച്ചു കഴിയുമ്പോൾ ഈ സ്വപ്നവുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. When he was imprisoned, that was not what he saw. ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കുക, ആ സമയത്തെല്ലാം അവന് ഹല്ലേലൂയ ആ സീനിന് മുകളിൽ അതായത് പുറകിലായി ദൈവം അവന് വേണ്ടി ഒരു സിംഹാസനം ഒരുക്കുക ആയിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. But let us not forget, as he went through this, God was preparing a throne for him. നമ്മൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ഞാൻ അറിയാതെ നിങ്ങൾ അറിയാതെ നമ്മൾ കാണുന്നതിന് പുറകെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. Beyond our knowledge, God is working for you to fulfill His plans. തക്ക സമയത്ത് തന്നെ ദൈവമായി കർത്താവ് ആ ജോസഫിനെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകും. Bible teaches us that in due time he was seated on the throne. ആമേൻ. ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെതായ വിശ്വസ്തത എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ എല്ലാ സമയത്തും മറന്നു പോകാതെ ആമേൻ വിശ്വസ്തത പാലിക്കുന്ന ദൈവമാണ്. God is faithful without forgetting and always thinking about us. രണ്ടാമത് അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവം. God provides a way through every trial. അതാണ് നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Corinthians we read this way. 1 കൊരിന്ത്യർ 10:13 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. No temptation has seized you except what is common to man, and God is faithful. He will not let you be tempted beyond what you can bear, but when you are tempted, He will also provide a way out so that you can stand up under it.
അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ജീവിതം മൊത്തം പരീക്ഷണങ്ങളും അതുപോലെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ളതായ വെല്ലുവിളികളും കൊണ്ട് നിറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We know that our life is filled with trials and even temptations. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വന്നിട്ട് ചിലപ്പോൾ ഭയങ്കരത്തുള്ളതായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അത് ഭയങ്കരമായി വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന നമ്മെ നിരാശപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകാറുണ്ട്. We often go through situations that is challenging us and that puts us under despair and discouragement. എന്നാൽ ഇവിടെ എനിക്ക് തൽക്കാലം ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം നമ്മെ കൊണ്ട് എത്തിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ അതോടൊപ്പം തന്നെ ഒരു പോക്ക് വഴിയും ഒരു വേ ടു എസ്കേപ്പ്, അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ളതായ ഒരു മാർഗവും ദൈവം അതിനകത്ത് കൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. But when you meet such circumstances, God is going to be with you and through it and make an escape for you. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അത് മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായി ദൈവജനമേ, ഒരിക്കലും ദൈവം നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. This is what we should remember. If he has called you and set you apart, he will never forget you. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവത്തിന് എൻ്റെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. God has a responsibility for you and for me and knowing our background. എത്ര പേർക്ക് അത് വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിയും? How many of you can believe this? ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആരോടും പറയാതെ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് മുമ്പിൽ ദൈവം വിശ്വസ്തനാണ്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മറന്നു കളയാതെ, വിട്ടുകളയാതെ, ഒരു തരത്തിലും അലക്ഷ്യമാക്കാതെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Here is God's commitment and presence that even your private prayers which nobody knows about, he knows and he is going to answer it. ആമേൻ. എനിക്കെതിരെയും നിങ്ങൾക്ക് എതിരെ കടന്നു വരുന്നതായ പ്രലോഭനങ്ങൾ ചിലപ്പോൾ വളരെ തീവ്രത ഉള്ളതായിരിക്കാം. If your circumstances are even desperate and trying, അതുപോലെ വളരെ കട്ടപ്പാട് കൊണ്ട് നിറയപ്പെട്ടതായിരിക്കാം. it may be filled with difficulties. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവിടെ ഞാൻ നിൽക്കയില്ല, അല്ലെങ്കിൽ ഈ കാറ്റെന്നെ പറത്തിക്കൊണ്ട് പോകുകയുള്ളൂ, എനിക്ക് നിലം തൊടുവാൻ കഴിയയില്ല എന്ന നിലയിൽ ചിലപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. Sometimes you may think that I will not have a standing, I'm going to be taken into the storm. ആമേൻ. എന്നാൽ ഇന്ന് പൽക്കാൽ ദൈവവചനത്തിൻ്റെതായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മളെ പാറ്റിക്കളയുന്ന ദൈവമല്ല, നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. Let me stand on the word of God and assure you this morning, he is a God who will make your feet to stand. എന്നെയും നിങ്ങളെയും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ കൊണ്ട് നിർത്തിയത് കാറ്റ് വരുമ്പോൾ അവൻ പാറിപ്പോകുവാനായിട്ടല്ല, പറന്നു പോകുവാനായിട്ടല്ല, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാനായിട്ടാണ്. He has lifted you from the miry clay and placed your feet on the rock to stay. The rock is Christ himself. നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതറിയാവുന്നതായ ഒരു സ്റ്റോറിയാണ് ആമേൻ, യഹൂദ ബാലന്മാരുടേതായ ആമേൻ, അവരെ തീയിലിടുന്നതായ ആ സ്റ്റോറി, കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. We all know the story of this Jewish young men who were thrown into the fire. ആമേൻ. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ തക്കമിടയായി. And I was thinking about it yesterday. This is what came to mind. ആമേൻ. ഹല്ലേലൂയ. അവർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവർ തീയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. When they stood for God, they did not escape from the fire. എന്നാൽ തീയിൽ രക്ഷപ്പെട്ടു. മനസ്സിലായോ? തീയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല, തീക്കകത്ത് രക്ഷപ്പെട്ടു. They did not escape from the fire, but they escaped through the fire. Amen. Amen. Not through the fire, in the fire. In the fire. Amen. Hallelujah. അവർ തീയിൽ നിന്ന് അവരുടേതായ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവരെ തീ കർത്താവ് ഒഴിവാക്കി, അല്ലെങ്കിൽ യഹോവയായ ദൈവം ഒഴിവാക്കി കൊടുത്തില്ല.
he did not avoid the situation of going through fire. ഇന്നലെ പൽക്കാലം ഞാൻ ഓർത്തതായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ഒരു തീയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. എന്റെ പശ്ചാത്തലം ഒരു തീയാണല്ലോ. ഞാൻ കടന്നു പോകുന്നത് വളരെ ഭയങ്കരമായ എന്നെ വെന്ത ഉരുക്കുന്നതായ ഒരു അവസ്ഥയാണല്ലോ എന്ന് ചിന്തിച്ചേക്കാം. Sometimes you may think, I am going through the midst of a fire. എന്നാൽ നീ തീയിലൂടെ കടന്നു പോകുമ്പോൾ, But when you go through the fire, നീ തീക്കകത്ത് പ്രവേശിക്കുമ്പോൾ, when you enter in the fire, നാലാമനായി നിന്നോടൊപ്പം തീയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. His faithfulness is that he is going to be the fourth person in the fire. സ്തുതിക്കുവാൻ കഴിയും. Let us praise God. നമ്മുടെ വായി തുറന്നവർ എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാമോ? Hallelujah, hallelujah. ഹല്ലേലൂയ. തീക്കകത്തിറങ്ങുന്നതായ ദൈവ സാന്നിധ്യത്തിൻ്റെതായ വിശ്വസ്തത. A God that will walk in the fire through you, that is his faithfulness. ദൈവമേ, ഹല്ലേലൂയ. യഹൂദന്മാർ മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. ഞാൻ തീയിലോട്ട് കടന്നു പോകുമ്പോൾ എന്നെ രക്ഷിക്കാൻ ഓർത്തില്ല. എന്നെ രക്ഷിക്കുവാൻ നാലാമനായി എന്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു കർത്താവുണ്ടെന്ന് അവർ ഒരിക്കലും ഓർത്തില്ല, മനസ്സിലാക്കിയില്ല. അതേ രീതിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. The young man did not expect that Jesus, God is going to be the fourth person in a similar manner. He is going to work for you. ആമേൻ. ദൈവമേ, നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് എടുത്താൽ, May I bring another illustration from the New Testament? ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 45 മുതലുള്ളതായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാം. In Mark chapter 6 verse 45 6:45 onwards. ആമേൻ. അവിടെ നമുക്കറിയാം കർത്താവ് ശിഷ്യന്മാരെ ഹല്ലേലൂയ പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരെ യാത്രയാക്കുന്നത്, വെള്ളത്തിലൂടെ യാത്ര പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see here Jesus sending his disciples in the water. ആമേൻ. നമുക്കറിയാം അവിടെ നടക്കുന്നതായ സമയത്ത് ശിഷ്യന്മാർ കൊടുങ്കാറ്റിൽ ഹല്ലേലൂയ അവർക്ക് യാത്ര തുടരുവാൻ തക്കവണ്ണം കഴിയാത്തതായ നിലയിൽ വല്ലാതെ ആടി ഉലയുന്ന ഒരവസ്ഥ. We see that the boat they're traveling is shaken in the storm. ശിഷ്യന്മാരെല്ലാം വാസ്തവത്തിൽ ഭയചകിതരായി. They were all frightened. അവരെല്ലാവരും ആകെ കുഴപ്പി. They were really confounded. വളരെ സർവൈവ് ചെയ്യുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. We see they're terrified and struggling for life. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബുദ്ധിമുട്ടിന്റെ നടുവിൽ അവർ തകരാൻ പോകുന്നു എന്ന് തോന്നിക്കുന്നതായ സമയത്ത് അവൻ വെള്ളത്തിന്മീതെ നടക്കുന്ന ഒരു കർത്താവ് നടന്ന് അവരുടെ അടുക്കൽ വന്ന് കൊടുങ്കാറ്റിനെ ശാസിക്കുന്നത് നമുക്ക് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. We see that here is a Jesus that walks through them and scolds the storms. ഞാൻ പറഞ്ഞു വരുന്നതായ ആ ചിത്രം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. I hope you get the picture over here. ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കൊടുങ്കാറ്റുകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അതുപോലെ തന്നെ ക്ഷീണങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പാടുന്നത് പോലെ നമ്മൾ ഓർക്കണം, എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന, എന്നെ പടുതെടുത്ത് നല്ല പൊന്നാക്കുവാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. When we go through the storms, remember this: the pain is not to break you or burn you, but it is to build you. ആമേൻ. ഇന്ന് പൽക്കാലം നാം ദൈവവചനത്തിൻ്റെതായി മുമ്പിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ അല്പം കൂടെ നമുക്ക് വിശ്വാസത്തിൽ അടുക്കണം. As we are in the presence of God, may we come closer to God. നാം ഈ സാങ്ച്വറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വന്ന പ്രത്യാശയല്ല, വന്നതായി വിശ്വാസമല്ല, അതിൽ അല്പം കൂടെ വളർന്നവരായിട്ട് വേണം ഈ സാങ്ച്വറിയിൽ നിന്ന് പുറത്തു പോകുവാൻ. When we'll depart
depart from the sanctuary this morning, we should have grown in our faith. ആമേൻ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും മുക്കിക്കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായ പ്രതികൂലങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ വിശ്വസ്തത അത് എന്തെന്ന് ചോദിച്ചാൽ അവൻ പരീക്ഷയോടുകൂടെ ഒരു നീക്കുപോക്ക് കൂടെ നൽകുന്ന ദൈവമാണ്. When difficulties seem like they're going to drown you, remember this: He will make a way out of your trials. ആമേൻ. അടുത്തത് വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, As commit promises, what I want to bring to you next is, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. He forgives and sins and sanctifies us. ആമേൻ. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായ സ്നാനപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഒരിക്കൽ സംസാരിച്ചതുപോലെ ഈ പാപപങ്കിലമായ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പാപം ചെയ്യാനുള്ളതായി വ്യഗ്രത എന്നിലും നിങ്ങളിലുമുണ്ട്. We are all saved, but when we live in this world and temptations, we are frail and we may be able to sin. എന്നാൽ നാം പാപം ചെയ്താലും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അനുദപിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ രക്തത്താൽ കഴുകലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയല്ല. ഹല്ലേലൂയ നമ്മെ ചേർത്തണച്ച് വീണ്ടും മകനായി മകളായി അവൻ കൊണ്ടുപോകുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. But if we sin and come to your presence and confess, He is a God who is going to forgive you and bring you close to Him. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെയും നിങ്ങളുടെയും വിശ്വസ്തത കണ്ടിട്ടല്ല, നമ്മുടെ ലോയൽറ്റി, നമ്മുടേതായ കൂറോ അതിൽ നമ്മുടേതായ ഏതെങ്കിലും വിധത്തിലുള്ളതായ സംഗതികൾ കണ്ടിട്ടല്ല ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് കാരണമാണ്. God does not forgive us based on our loyalties, but only because of His faithfulness. അവൻ ദൈവത്തിൻ്റെതായ വിശ്വസ്തത എത്ര വലിയ പാപമാണെങ്കിലും ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെതായ വചനം പറയുന്നത് അത് എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത മുഖാന്തരം കഴിയും. If your sin is red as scarlet, He is able to wash it white as snow. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവിനെ അവൻ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം കൊണ്ടുവരുന്ന അവസ്ഥ നമുക്കറിയാം. We know the story of this adulterous woman who was brought to Jesus. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ അവരെ ചോദ്യം ചെയ്യുകയല്ലായിരുന്നു. കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ അതായത് കുനിഞ്ഞിരുന്ന നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. But we read here is Jesus not questioning her but bending down and writing on the sand. കർത്താവിൻ്റെതായ എഴുത്ത് അത് എന്താണ് നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല. The Bible does not tell us what specifically he wrote. എന്താണെന്ന് നമുക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയില്ല. എന്നാൽ പലരും പല വിധത്തിൽ ഗസ് ചെയ്യുന്നുണ്ട്. But even despite not knowing it, many have guessed this. എഴുതി തീർന്നതിന് മുമ്പേ തന്നെ ഹല്ലേലൂയ അവിടെ കല്ലുമായിട്ട് കടന്നു വന്നവരെല്ലാവരും കല്ല് അവിടെ ഇട്ടേച്ച് കടന്നുപോയി. But even before Jesus finished writing, they dropped the stones in their hands and they walked away. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു കാര്യം, കർത്താവ് ഹല്ലേലൂയ തല ഉയർത്തി നോക്കിയിട്ട് ആ സ്ത്രീയോട് പറയുന്നു, സ്ത്രീയെ ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? He lifts his head and tells this woman, did no one accuse you? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ഇനി മേലാൽ പാപം ചെയ്യരുത്. Even I do not judge you, but sin no more. ഇതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. This is God's faithfulness. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ പിന്നെയും പിന്നെയും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുക എന്നുള്ളതല്ല, അറിയാതെ വരുന്നതായ പാപങ്ങളെ ക്ഷമിക്കുവാൻ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ക്ഷമിച്ച് നൽകുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്, നീതിമാനാണ് നമ്മുടെ ദൈവം. I'm not talking about repetitive sins, but sin of ignorance. God is faithful to forgive you for that. ആമേൻ. ദൈവത്തിൻ്റെതായ വചനം പറയുന്നത് ഹല്ലേലൂയ നമ്മുടേതായ പാപം കറപുരണ്ട തുണി പോലെ ആണെങ്കിൽ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ രക്തം അല്ലെങ്കിൽ രക്താംബരം പോലെ ചുമന്നതാണെങ്കിൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന്
ദൈവത്തിന്റെ വിശ്വസ്തത കഴിയും. If your sin is like a scarlet red cloth, he can make it as white as snow. ആമേൻ. അടുത്തതായിട്ട് ഞാൻ പെട്ടെന്ന് ഓടിപ്പോകട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് ചോദിച്ചാൽ God never abandon us. ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. God's faithfulness is one where he never abandons us. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 2:13 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 Timothy chapter 2 verse 13. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. What we read here is, even if we are unfaithful, he will remain faithful. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം പ്രത്യേകിച്ച് 89-ാം സങ്കീർത്തനം അതിന്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. In Psalm 89 verse 23 we read this way, എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എൻ്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. My faithfulness will remain with him and I will lift up his horn. ആമേൻ. ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ, ഞാനോ നിങ്ങളോ ഏതെങ്കിലും കുഴപ്പത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ നമ്മളെ വിട്ട് അകന്നു പോയെന്ന് വന്നേക്കാം. Sometimes when we are in difficulties, even our relatives may abandon us. ആമേൻ. ഹല്ലേലൂയ. ഒന്നിച്ച് കളിച്ചു വളർന്നു വന്നായി പ്രിയപ്പെട്ടവരെ പോലും ചിലപ്പോൾ നമ്മെ ഹല്ലേലൂയ ആമേൻ വേണ്ട അല്ലെങ്കിൽ മറന്നു പോകുന്ന അല്ലെങ്കിൽ ത്യജിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. There may be times even our childhood friends may abandon us. എന്നാൽ ദൈവമായ കർത്താവിന്റെ വചനം നമ്മെ അതായത് ഓർമ്മിപ്പിക്കുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ എൻ്റെ അമ്മയും അപ്പനും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം നമ്മുടെ ദൈവം നമ്മെ സ്വീകരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ അബാൻഡൻ ചെയ്യുന്ന ഉപേക്ഷിക്കുന്ന ദൈവമല്ല. But the word tells us, even if your father and mother may abandon you, he is a God who will never forsake you. ഒരിക്കൽ നമുക്കറിയാം, യോനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. യോന അവൻ ദൈവമായ കർത്താവിൻ്റെതായ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം പാലിക്കാതെ ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see Jonah running away from God. അങ്ങനെ ഓടിപ്പോയത് മുഖാന്തരം ആകപ്പാടെ വല്ലാത്ത കുഴപ്പത്തിലാകുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. And we know the troubles that he got himself into. അത് നമുക്കറിയാവുന്നതുപോലെ വല്ലാത്ത ഒരു കൊടുങ്കാറ്റിലാകപ്പെടുന്നു. They ran into a storm. അതുപോലെ തന്നെ ഒരു വലിയ മീൻ വന്ന് തന്നെ വിഴുങ്ങുന്നു. We see the whale come and swallow Jonah. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം കർത്താവ് യഹോവയായ ദൈവം മറന്നു കളഞ്ഞെന്ന്. When we think about it, we may think that God forsake him. അതാണ് ഞാൻ ഇവിടെ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. That is what I want to talk to you about. പലപ്പോഴും നാം അവിശ്വസ്തരായി നമ്മുടെ അവിശ്വസ്തത കാരണം നമ്മുടെ അനുസരണക്കേട് കാരണം ഹല്ലേലൂയ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ആമേൻ സ്വർഗീയ പിതാവായിരിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും തേടി വരുന്ന ദൈവമാണ്. We know that despite our disobedience and unfaithfulness, he is a God who will come searching for you. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. Our God will never abandon us. അവൻ കൂടെ നടന്നതായ പത്രോസ് എന്റെ യേശുവിനെ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെ തള്ളി പറഞ്ഞു. We know that Peter denied Jesus. അവനെ ഞാൻ അറിയുന്നില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പോലും പറയുന്ന ഒരു വിധത്തിലേക്ക് പത്രോസ് അധപ്പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. We see Peter relegating to the point where he says, I don't know what you're talking about. എന്നാൽ ഇന്ന് വൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ ഓരോറ്റ നോട്ട്, നമ്മുടെ കർത്താവിന്റെ ഓരോറ്റ നോട്ട് അവനെ റിസ്റ്റോർ ചെയ്ത് ഉദ്ധരിച്ച് അവനെ മടക്കിക്കൊണ്ടുവരുന്നതായ ഒരു നോട്ടമായിരുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുന്നുണ്ട്. But we know that Jesus just looked at him. It was the look that restored Peter. ദൈവജനമേ, പത്രോസിന്റെ ജീവിതത്തിൽ തള്ളി പറഞ്ഞതുപോലെ പലപ്പോഴും എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അവിശ്വസ്തത വരുമ്പോഴും തള്ളിക്കളയാത്ത ദൈവം. When in doubt, when we are unfaithful, he never forsakes us. ഇത് നമുക്ക് എത്ര വലിയ പ്രത്യാശ നൽകുന്ന ദൈവവചനമാണ്. What an assuring word of God this is. ആമേൻ. അത് മാത്രമല്ല, 5ാമത്തെ പോയിന്റ് അതിൽ നിന്ന് കർത്താവിന് വെച്ചാൽ അടുത്ത ഭാഗം ഞാൻ അടുത്ത ആഴ്ചയിലാണ് സംസാരിക്കുന്നത്. I'll talk about the next theme in the next week, but I'll talk about the 5th point. ആമേൻ. 5ാമത്തെ പോയിന്റ് ദൈവം നമ്മിലുള്ളതായ തന്റെ വിളിയെ നിവർത്തിക്കും എന്നുള്ളതാണ്.
God fulfills the calling in us. ആമേൻ. ദൈവമായ കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. In 1 Thessalonians chapter 5 verse 24 we read this. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. He is a faithful God and he will fulfill it. എന്നെയും നിങ്ങളെയും കർത്താവ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അതായി വിളിച്ചിരിക്കുകയാണ്. He has called us for a very specific purpose. ആമേൻ. ഹല്ലേലൂയ. കോളിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതായ ഒരു വിഷയമാണ്. It is a subject that needs deep attention. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെതായ വിളിയെക്കുറിച്ച് ജനറൽ കോളിംഗ് ഉണ്ട്, അവൻ പൊതുവായിട്ടുള്ളതായ വിളിയുണ്ട്, അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ളതായ കോളിംഗും ഉണ്ട്. But when we think about it, there is a specific calling, there is a general calling. ആമേൻ. ദൈവമായ കർത്താവിനെ അംഗീകരിക്കുക, ദൈവമക്കളായി തീരുക എന്നുള്ളതൊക്കെയും ജനറൽ കോളിംഗ് ആണ്. To be his sons, to be saved, that's a general calling. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിനെ ആരാധിക്കുക, ദൈവമക്കളായി തീരുക, ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ ഉള്ളത് അവൻ പൊതുവായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. He has called us to worship him, that is a general calling. ആമേൻ. അവൻ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ജനറൽ ആയിട്ടുള്ളതായ അവൻ പൊതുവായിട്ടുള്ളതായ വിളിയാണ്. To love one another in a fellowship, that is a general calling. എന്നാൽ അതിനെ മറിച്ച് ഞാനും നിങ്ങളും എന്തായിരിക്കണം, ഏത് പ്രൊഫഷൻ ആയിരിക്കണം, എവിടെയായിരിക്കണം, ഹല്ലേലൂയ, ഏത് നിലയിലായിരിക്കണമെന്ന് സ്പെസിഫിക്കലി ഹല്ലേലൂയ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട്. God has an individual plan for each of us about our job or professions. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുവാൻ തക്കവണ്ണം സമയം എന്നെ അനുവദിക്കുന്നില്ല. I don't have the time to get into the details. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായ സംഗതി എന്നത് ചോദിച്ചാൽ, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി പ്രവർത്തിപ്പാൻ ആ വിളി എന്താണെന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അത് നിവർത്തിച്ചിരിക്കും. In his faithfulness, he is going to fulfill what he promised. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും വിളി എന്താണെന്ന് ഈ ദിവസങ്ങളിൽ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് കർത്താവ് അത് ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ തക്ക വേണം കഴിയും? How many of you can this morning say to make assured your calling? ആമേൻ. ദൈവത്തിൻ്റെതായ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത ആ നിലയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. His faithfulness is one, if you submit it, that he will take you to your destiny. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ വിശ്വസ്തതയാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. This morning I spoke to you about God's faithfulness. ആമേൻ. ദൈവം നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഇത്രത്തോളം വിശ്വസ്തനായ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ നമ്മുടെ ദൈവമായി കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May we thank God for the calling and for such a loving God, the privilege that we have to serve. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah.